സോ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ ഫ്രീ ഫയറിൽ ഗിൽഡ് വാറാണ് കളിക്കാൻ പോകുന്നത്. ഞാനുണ്ട് എൻ്റെ കൂടെ KL ചന്ദ്ര, പിന്നെ മാർക്കോ എന്നും പറഞ്ഞ രണ്ട് ടീംമേറ്റ്സ് ഉണ്ട്, രണ്ട് ഗിൽഡ് മേറ്റ്സ് ഉണ്ട്. സോ നമ്മൾ പീക്കിലാണ് ഇറങ്ങുന്നത്. നമ്മളിത് പീക്കിൽ പൂളിൻ്റെ സൈഡിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തായിട്ട് കുറച്ച് എനിമി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും എനിമീസ് ഇങ്ങോട്ട് വന്നു. നമ്മൾ കുറച്ച് ഡാമേജ് കൊടുത്ത് ഗ്ലൂ ആയിട്ടപ്പോഴത്തേക്കും അവന്മാർ ഇതിലേ കൂടി വന്നു. നമ്മൾ അടിക്കാൻ നോക്കിയതാ റീലോഡ് കയറി വന്ന് നമ്മൾ നോക്കായി. നമ്മൾ ഫിനിഷ് ആക്കിയവർ. അപ്പോൾ നമ്മളിത് ടീംമേറ്റ്സിനെ സ്പെക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ KL ചന്ദ്ര, നമ്മുടെ മാർക്കോ നമ്മളെ പൊക്കാന്ന് പറയാണ്ട് നമ്മളിവിടെ കയറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്ര ഇവിടെ കുറച്ച് ഗൺഷോട്ടെല്ലാമായിട്ട് കേൾക്കുന്നുണ്ട്. എനിമിയൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതേ നമ്മൾ ചന്ദ്രക്ക് ഫൈറ്റ് പൊട്ടി എനിമി കയറി വന്ന് ചന്ദ്ര ഗ്ലൂ ഇളക്കി ഇട്ട്, പക്ഷേ എനിമി ചന്ദ്രനെ കൊന്നു. ഇനി നമുക്ക് മാർക്കോ മാത്രമേ ഉള്ളൂ. മാർക്കോ നമ്മളെ പൊക്കാന്നൊക്കെ പറയാനുണ്ട്. അത് ടോക്കണുള്ള മാർക്കോൻ്റെ കയ്യിൽ ആകെ 200 ടോക്കണേ ഉള്ളൂ. അതേ ഇവിടെ ലൂട്ടടിക്കുന്നുണ്ട്. ആളെ പൊക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ടീം വൈപ്പാകും. മാർക്കോയും കൂടിയേ ഉള്ളൂ. നമ്മൾ 3 പേരെ വെച്ചാണ് കളി തുടങ്ങിയത്. അപ്പോൾ 3 ഹൗസ് സ്കോഡ് പോലെയൊക്കെയാണ്. അതേ മാർക്കോ ഇവിടെ ലൂട്ടൊക്കെ എടുത്ത് ഇവിടെ തന്നെ കറങ്ങി നടക്കണേന്. അങ്ങോട്ട് പോകുന്നുണ്ട്. മാർക്കോ ഇവിടെ എത്തി. ഇപ്പം അതേ ഇപ്പം 900 ടോക്കണായി. എൻ്റെ ഇവിടെ ഏതോ എനിമി ഗൺഷോട്ടലായിട്ട് കേട്ടിട്ട് നോക്കിയപ്പോഴത്തേക്കും എനിമിയൊന്നും കാണുന്നില്ല. നേരെ ഇങ്ങോട്ട് നമ്മളെ പൊക്കാനായിട്ട് ആ വെൻഡിങ് മെഷീൻ്റെ അടുത്തേക്ക് പോകണേന്ന്. നമുക്ക് നോക്കാം പൊക്കുക, അല്ലെങ്കിൽ ടീം വൈപ്പാക്കുവാന്ന്. ടീം വൈപ്പായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കളി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഈ കളി പൂവടിക്കാൻ നോക്കാം. ദൈവം ഇവിടെ ഒന്നും എനിമീനെ കാണുന്നില്ല. വെൻഡിങ് മെഷീനിൽ എത്തി നമ്മളെ പൊക്ക കണ്ട് നമ്മളെ പൊക്കി. ഞാൻ ഇവിടെ മാർക്കോൻ്റെ അടുത്ത് തന്നെ ഇറങ്ങാമെന്നും പറഞ്ഞ് നിൽക്കുന്നു. പക്ഷെ ചന്ദ്ര ഒന്നും കേട്ടില്ല. ചന്ദ്ര നേരെ വീട്ടിലേക്ക് പോയി. ഞാൻ മാർക്കോൻ്റെ അടുത്തേക്ക് പോവാണ്. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ലൂട്ടടിക്കണം. ഇവിടേക്ക് നോക്കിയിട്ട് നല്ല കണ്ണൊന്നും കാണുന്നില്ല. ആകെ ഒരു കിങ് ഫിഷർ കിട്ടി. പിന്നെ അത് ഇങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ ഇവിടെ ടോക്കൺ എടുത്ത് വീടിൻ്റെ അകത്ത് വല്ലതും ഉണ്ടാകുന്ന നോക്കിയപ്പോൾ ചാർജ് ബൂസ്റ്ററൊക്കെ ഉണ്ട്. ചാർജ് ബൂസ്റ്റർ കൊണ്ട് കളിക്കാൻ അറിയില്ല, അതുകൊണ്ട് അതെടുക്കാനുള്ള. പിന്നെ ഇവിടെ ഔഗുണ്ട്. പിന്നെ അതേ ഇവിടെ SKS കിടക്കുന്നുണ്ട്. അത് വേണം. കിങ് ഫിഷർ മാറ്റി SKS എടുത്ത് നോക്കുമ്പോഴത്തേക്കും മാർക്കോ അവിടെ ചന്ദ്രയുടെ അടുത്തേക്ക് പോകണേന്. നമ്മളിത് ഇവിടെ നിന്ന് ഇനി ലൂട്ട് കിട്ടുവാന്ന് നോക്കാം. ഇവിടെയൊക്കെ നോക്കി ലൂട്ടൊന്നും കാണുന്നില്ല. ഇവിടെയൊന്നും കണ്ണില്ലെന്ന് തോന്നുന്നു. ഇത് കണ്ണാണെന്ന് ഓർത്താണ് ഞാൻ ഇങ്ങോട്ട് വന്ന്. കണ്ണല്ലായിരുന്നു. നമുക്കിനി മാർക്കോൻ്റെ പുറകെ പോവാം. പീക്കെത്തി. നമ്മളിവിടെ നിന്ന് കുറച്ച് ലൂട്ടടിക്കാമെന്നും പറഞ്ഞിരിക്കണതാണ്. ഇവിടെ പീണാൻ്റെ കിട്ടി. നമ്മൾ മാക്ടർ മാറ്റിയിട്ട് പീണാൻ്റെ എടുത്തിട്ടുണ്ട്. നേരെ ഇവിടെ ചന്ദ്രയുടെ അടുത്തേക്ക് പോകണേന്. മാർക്കോ അവിടെ എത്തി. മാർക്കോ ഫ്രണ്ടിലോട്ട് പോകണേന്. ചന്ദ്ര ഇവിടെ എനിമി ഉണ്ടെന്ന് പറഞ്ഞു. ആ എയർ ഡ്രോപ്പിൻ്റെ ബാക്കിലാണെന്ന് തോന്നുന്നു. എയർ ഡ്രോപ്പിൻ്റെ ബാക്കിലാണ് ഞാൻ കണ്ട്. നമ്മളൊരടി കൊടുത്ത്, പക്ഷെ അത് ഒടുങ്ങിയില്ല. ഡാമേജ് കൊടുത്തില്ല. നമ്മളിങ്ങനെ ഇരിക്കണം. ഇവിടെയാണ് എനിമി പീക്ക് വരാനായിട്ട് ഇരിക്കണേന്. അതൊക്കെ നമ്മളെ മാർക്കോൻ്റെ അടുത്തേക്ക് പോകണേന്. ഇവിടെ ഇരിക്കണമെന്ന് ആ എനിമിയെ പീക്ക് വരുവാന്ന് നോക്കി ഇവിടെ തന്നെ ഇരിക്കണമെന്ന്. അപ്പോഴത്തേക്ക് സൈഡിൽ നിന്ന് കുറച്ച് ഗൺ ഷോട്ടൊക്കെ കേട്ട് അവിടെ ഒരു ഫൈറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി എടുത്ത് കില്ലൊക്കെ കുമ്മാന്നും പറഞ്ഞിങ്ങനെ പോയപ്പോഴത്തേക്ക് മാർക്കോ നോക്കിയിട്ട് വേറെ എനിമി ഒരുത്തനെ നോക്കിയിട്ട് ഞാനത് കുത്തിപ്പിടിച്ച് നോക്കം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത്.
പിന്നെ എനിമി മറ്റേ നേരത്തെ നോക്കിട്ട എനിമീനെ നമ്മൾ കൊന്ന് അപ്പോഴത്തേക്ക് കില്ലും കംപ്ലീറ്റ് ആയി. ആ എനിമിയുടെ ടീംമേറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. സോ നമ്മളെ ആ ടീംമേറ്റ് അവിടെ ഉണ്ടെന്നൊന്നും പറഞ്ഞാണ് ഇങ്ങനെ നിൽക്കണം. നമ്മുടെ ടീമേറ്റ് AR ആമൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ആമോ കുറവാണ്. പിന്നെ അകത്തു നിന്ന് വല്ലവരും മണ്ണുണ്ടാകാൻ നോക്കാനായിട്ട് ഇങ്ങോട്ട് വന്ന് അപ്പോഴത്തേക്കും ഇവരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനും പോകണേന്. നമ്മൾ ഈ ഗിൽഡ് വർക്ക് ചെയ്യുമ്പോൾ നല്ല പ്രഷറായിരിക്കും. ടീംമേറ്റ്സിൻ്റെ കൂടെ കിടന്നില്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ SVD ഉണ്ട്. ഞാൻ എടുക്കാൻ പോയപ്പോഴത്തേക്കും മാർക്ക് കൊടുത്ത് ഞാൻ പിന്നെ ACT എടുത്തു. ഇവിടെ ഈ ലൂട്ട് ബോക്സിൽ നല്ല ഉണ്ടാകുന്ന നോക്കിയപ്പോഴത്തേക്കും അതിൽ നല്ല കണ്ണൊന്നുമില്ല. പിന്നെ ഞാൻ കൊന്നവൻ്റെ അടുത്തേക്ക് പോയി. അവിടെ നോക്കിയപ്പോഴത്തേക്കും അവിടെ അധികം നല്ല കണ്ണൊന്നുമില്ല. വിൻചെസ്റ്ററും E5 ആണ്. ഇവിടെയാണ് നമ്മളവൻ്റെ ടീംമേറ്റിനെ കണ്ടത്. അതുകൊണ്ട് അങ്ങോട്ട് പോകാണ്ട് ഇവിടെ നിൽക്കണേ. ടീംമേറ്റ് അവിടെ ഉണ്ടാവുമെന്നും പറഞ്ഞിരിക്കണേ. കുറച്ച് ആമോ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ടീംമേറ്റ് അവിടെ ഇല്ല. ടീംമേറ്റ് നേരത്തെ ഓടിയിട്ടുണ്ടാവും, പൊക്കാൻ പോയിട്ടുണ്ടാവും. ഞങ്ങൾ ഇവിടെ അകത്തേക്ക് കയറി. അകത്ത് കയറിയപ്പോഴത്തേക്കും സോൺ ഇവിടെ വന്ന് സോണിൽ കയറാനായിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ടീംമേറ്റ് ഇവിടെ പെൻഡിങ് മെഷീൻ എന്തോ വാങ്ങി. ഞങ്ങൾ സോണിൽ കയറാൻ പോണേ. അതിൻ്റെ അകത്ത് വല്ല ലൂട്ടുണ്ടാകും നോക്കാനായിട്ട് കയറിയാണ്. നമ്മൾ ഈ പാറയുടെ സൈഡിൽ കൂടെയൊക്കെ പോയി ഇവിടെ ഇങ്ങോട്ട് പോണേന് നമ്മൾ ഫാക്ടറി എത്തി. സൈഡിൽ നിന്നൊരു വണ്ടി പോകുന്ന സൗണ്ട് കേട്ട് നോക്കിയപ്പോഴത്തേക്കും അവിടെ എനിമി ഉണ്ട്. നമ്മൾ കുറച്ച് ഡാമേജ് കൊടുത്ത് വേറെ ഒരുത്തൻ പുറകെ ഓടിപ്പോകുന്നുണ്ട്. കാരണം അവനും ഡാമേജ് കൊടുത്ത് നമ്മളങ്ങോട്ട് പോവുകയാണ് അവനെ കൊല്ലാൻ. ഞങ്ങൾ മാർക്കോക്ക് ഫൂട്ട് തന്നെ ഉണ്ട്. പക്ഷേ അവൻ്റെ കൂടെ ചന്ദ്രൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ മൈൻഡാക്കിയില്ല. പിന്നെ ഇവിടെ എനിമിയൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ കവറെടുത്ത് അടുത്ത് നിന്നപ്പോഴത്തേക്കും എനിമി ഓസ്കാറിട്ട് വന്ന് നമ്മൾ അടിച്ചു കൊന്നു. പിന്നെ ചന്ദ്രയും മാർക്കോയും കൂടിയുള്ളു. ഇവർ ഇവിടെ അകത്തേക്ക് ഫാക്ടറിയുടെ അകത്തേക്ക് കയറി പോയപ്പോഴത്തേക്കും ചന്ദ്രക്ക് അടി കിട്ടി. ചന്ദ്ര ഗ്ലൂ വാളിട്ടിട്ട് ഓരോ പേർക്കിട്ടൊക്കെ അടിക്കണം. ഇത് മാർക്കോ കയറി ചെന്ന് അവനെ നോക്കിയിട്ട് കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് അപ്പോഴത്തേക്കും മാർക്കോ മുകളിൽ കയറുകയാണ്. അവിടെ കൂടി എന്നെ നോക്കിയിട്ട് എനിമി പോകുന്നുണ്ട്. അവന് ആരോ റിവൈവ് ചെയ്യാൻ പോകണമെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും മാർക്കോ ഇവിടെ കയറി ഒരു ഗ്ലൂ വാളിട്ടിട്ട് ഓസ്കാർട്ട് കൊണ്ട് പൊട്ടിച്ച് പോയി. ആ എനിമീനെയും കൂടി കൊന്ന് എന്നിട്ട് എന്നെ പൊക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. അതിനെ പൊക്കി എന്നിട്ട് ഞാൻ എൻ്റെ ലൂട്ട് ബോക്സിൽ ഇറങ്ങിയിട്ട് ആ ഗണ്ണൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് ലൂട്ട് ബോക്സിൻ്റെ അടുത്തോട്ട് പോയി. മാർക്കൊക്കെ ഫ്രൂട്ടുണ്ട്. ഓരോ ഫൈറ്റാണ്. നമ്മൾ ഇവിടെ ലൂട്ട് ബോക്സിൽ ഇറങ്ങിയിട്ട് ഗണ്ണൊക്കെ എടുക്കാറുണ്ട്. B9 എടുക്കാൻ പറ്റിയില്ല. എനിക്ക് വന്ന് B9 എടുത്തപ്പോഴത്തേക്കും മാർക്കോ അല്ലേ ചന്ദ്ര നോക്കായി കംപ്ലീറ്റ് ആയിപ്പോയി. ഞങ്ങൾ പൊക്കാനായിട്ട് വെൻഡിങ് മെഷീനിൽ പോണേന്ന് പൊക്കാനായിട്ട് പോയി ഗ്ലൂ വാൾഡായിട്ട് മാറിയപ്പോഴത്തേക്കും നമ്മളെ ബാക്കിൽ നിന്ന് അടിയിട്ട് നമ്മൾ നോക്കായി നമ്മളെ ഫിനിഷ് ചെയ്തവൻ. പിന്നെ നമ്മുടെ മാർക്ക് പോകാൻ ഡാമേജൊക്കെ കൊടുത്ത് അയാളുടെ താഴത്തേക്ക് ഇറങ്ങി പോണേണ്. എനിമീൻ്റെ താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഒരുപാടൊക്കെ ഇട്ട് പോണേണ്. ഏറെ കയറി മാർക്ക് അവനെ കുത്തിപ്പിടിച്ച് MP കൊടികൊണ്ട് കുത്തിപ്പിടിച്ച് ഡാമേജ് കൊടുത്ത് പിന്നെ നമ്മളെ രണ്ടുപേരെയും പൊക്കിയിട്ട് അപ്പോഴത്തേക്കും മാർക്ക് ചത്തുപോയി. ഞങ്ങളെ ക്ലോക്ക് ടവറിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലിറങ്ങാമെന്നും പറഞ്ഞിങ്ങനെ പോണേണ്. ഓക്കെ ഞങ്ങൾ ഇവിടെ ഒരു എനിമീനെ കണ്ട പോലെ തോന്നി.
ഉറപ്പില്ല. എനിമീനെ കണ്ടിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഞാൻ നല്ല ഡാമേജ് കൊടുത്ത് ബുക്കവും ഇട്ട് ഗ്ലൂവാളൊക്കെ ഇട്ട് പോണേന് ആയിട്ട് ഞാൻ പിന്നെ ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും ചന്ദ്രൻ ഹെഡ് ഷോട്ട് അടിച്ച് കില്ലെടുത്ത്. പിന്നെ നമ്മൾ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു M10 എടുത്ത് നമ്മളിങ്ങനെ ഇല്ലേ കൂടി പോയപ്പോഴത്തേക്കും ഇവിടെ ഒരു M4 കിട്ടി. അത് കൊടുത്ത് അതും കൊണ്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഗണ്ണൊക്കെ എടുക്കാൻ നോക്കി. അത് A94 ആണ്. നമ്മൾ M10 ആമോ ഇല്ല, അതാണ് പ്രശ്നം. നമ്മളിത് ക്ലോക്ക് ടവറിൽ മാർക്കോനെ പൊക്കാൻ പോണെയാണ്. 9 ലൈവേ ഉള്ളു. നമ്മളിത് വണ്ടിയൊക്കെ ഓടിച്ച് വീണ് വണ്ടിക്ക് അവിടെ മറിഞ്ഞ് വീണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എൻ്റെ ഡ്രൈവിങ് സ്കിൽസ് എന്താണെന്ന്. ഞാൻ വണ്ടിയൊക്കെ തിരിച്ചെടുക്കാൻ നോക്കി, നടന്നില്ല. ഞാൻ ലാസ്റ്റ് പോണകാറ് നമ്മളിത് മാർക്കോനെ പൊക്കാനായിട്ട് പോകണേണ്. വന്ന് ഇവിടെ ഗൺഷോട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ M10 ബുള്ളറ്റ് കിട്ടുവാൻ നോക്കിയിട്ട് അത് കിട്ടണില്ല. AR ഒക്കെ കിട്ടുന്നുണ്ട്. M10 മാത്രം ബുള്ളറ്റ് കിട്ടണില്ല. നമ്മൾ ഈ ഡ്രോപ്പിലൊക്കെ നോക്കി പിന്നെ ഗൺഷോട്ട് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇവിടെ കഴിഞ്ഞ് അവൻ പൊക്കത്തേക്ക് കയറിപ്പോയി. പൊക്കത്തിൽ നിന്ന് വേറെ ഒരുത്തം താഴത്തേക്ക് കയറി. ആ വന്ന് നമ്മൾ നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ആമോ വാങ്ങാനായിട്ട് ഇവിടെ ഗ്ലൂവാളൊക്കെ ഇട്ട് കവർ എടുത്തിരുന്നു. നമ്മളത് ആമോയും വാങ്ങി ഗ്ലൂവാൾ മാറ്റി നോക്കിയപ്പോഴത്തേക്കും ഏതോ ഒരുത്ത് നമ്മളെ അതിൻ്റെ ഇതിട്ട് പിടിച്ച് പുതിയ ക്യാരക്ടർ ഇട്ട് പിടിച്ച്. എവിടെയാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് പറഞ്ഞ് നോക്കിയിട്ട് കാണുന്നില്ല. മുകളിലായിരിക്കും. ഇപ്പോൾ മുകളിലേക്ക് പോവുക. അതിന് മുമ്പ് ഇവിടെ മാർക്കൊക്കെ കേൾക്കാറുണ്ട്. പുറത്ത് ഗൺഷോട്ടും കേൾക്കാറുണ്ട്. ഫൈറ്റാണെന്ന് തോന്നുന്നു. അത് ഇവിടെ ഗ്ലൂവാളൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല. വേറെ പോകാനുണ്ട് അവിടെ. നമ്മുടെ ടീമേറ്റ് നോക്കായി ഇനി ഇവിടെ പൊക്കണം റിവൈവ് ചെയ്തിട്ട് നെല്ലില്ലായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ അവനെ നോക്കിയിട്ട് പോയപ്പോഴത്തേക്കും ഫ്രണ്ടിൽ വേറെ ഉണ്ട്. അവനെ നോക്കിയിട്ട് നേരിട്ട് നോക്കിയപ്പോഴത്തേക്കും ബാക്കിൽ നിന്ന് നമ്മളെ മറ്റേ ഈ സാധനം അടിച്ചിട്ട് മിഷൻ അടിച്ചിട്ട് അപ്പോഴത്തേക്കും വേറെ ഒരു എനിമി അവിടെ സേവർ കേസിൽ നിൽക്കുന്നുണ്ട്. അവൻ കയറി വന്ന് നമ്മുടെ നോക്കിയിട്ട് എനിമയെ പൊക്കിക്കൊണ്ടിരിക്കുന്നു. ആ പൊക്കി പിന്നെ ചന്ദ്രയും കൂടിയേ ഉള്ളൂ. ചന്ദ്രയും കൂടി നോക്കാതെ പോയി. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെയൊക്കെ എനിമി നിറച്ചുണ്ട്. ചന്ദ്ര ഇതിലേക്ക് കൂടിയൊക്കെ പോയി ഇവിടെ എത്തി. ഇവിടെ ലൂട്ട് ബോക്സിൽ നിന്ന് വല്ലതും കിട്ടുമോ നോക്കി. അദ്ദേഹം ബാക്കിൽ നിന്ന് ബാക്കിൽ തന്നെ നല്ല പ്ലെയറാണ്. അവൻ അടിച്ചിട്ട് അദ്ദേഹം അവൻ ചത്തു. അപ്പോഴത്തേക്കും നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ഗിൽഡിൽ നിന്ന് കുറച്ചും കൂടി പോയിൻ്റൊക്കെ കിട്ടി. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.